നമുക്കറിയാം കഴിഞ്ഞ 2-3 മാസത്തിന് മേലെയായിട്ട് തന്നെ ഇന്ത്യയുടെ മേലെയുള്ള ഈ ഒരു ട്രേഡ് താരിഫിന്റെ ഒരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതലായിട്ട് യു എസിലേക്കുള്ള എക്സ്പോർട്ട് ഓൾമോസ്റ്റ് നമുക്ക് നിന്നിരിക്കുന്ന അല്ലെങ്കിൽ അത്രയ്ക്കും താഴ്ന്നിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. പക്ഷെ ആ സാഹചര്യം നമുക്ക് ഉണ്ടാകുമ്പോൾ പോലും ഇതിനെ നമ്മൾ ഇന്ത്യൻ ഇക്കോണമി അല്ലെങ്കിൽ ഇന്ത്യൻ മാനുഫാക്ചറിങ് സെക്ടർ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൊഡക്ഷൻ സെക്ടർ, സർവീസസ് സെക്ടർ, ഇവരിത് ഓൾമോസ്റ്റ് ഫാക്ടറി ചെയ്തിരിക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇന്ത്യക്ക് ഉണ്ട്. ആ ബുദ്ധിമുട്ട് കണ്ടിന്യൂ ചെയ്തേക്കാം എന്നുള്ളൊരു കാര്യം ഈ ഒരു സെക്ടറിൽ ഇന്ത്യൻ ഇക്കോണമി അത് ഓൾറെഡി ഫാക്ടറി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ 2-3 മാസത്തിനുള്ളിൽ 50% മുഴുവൻ ഇമ്പാക്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതിന്റെ ഒരു കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി പമ്പിങ് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ 75 ബേസിസ് പോയിന്റ്സിന്റെ ഒരു അപ്രന്റ് റിപ്പോ റേറ്റ് റിഡക്ഷനും 100 ബേസിസ് പോയിന്റ് ക്യാഷ് റിസർവ് റേഷ്യോ 2.5 ലക്ഷം കോടി രൂപയാണ് ഈ കഴിഞ്ഞ 3 മാസങ്ങളിലായിട്ട് അഡീഷണൽ ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് പമ്പിങ് ചെയ്യാൻ സാധിച്ചത്. GST-യുടെ ഒരു റീവിസിറ്റ് കാരണം, GST റേറ്റിലുള്ള റീവിസിറ്റ് കാരണം അവിടെയും നമ്മുടെ ഇൻകം ലെവലും ലിക്വിഡിറ്റി ലെവലും കൺസംഷൻ ലെവലും നമുക്ക് വർദ്ധിക്കുകയുണ്ടായി. അപ്പം ഇങ്ങനെ US ട്രേഡ് താരിഫ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇക്കോണമിക്ക് അല്ലെങ്കിൽ നമ്മുടെ മോണിറ്ററി പോളിസിക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സെൻട്രൽ ഗവൺമെന്റിന് നമ്മുടെ കോർപ്പറേറ്റ് സെക്ടറിനും MSME സെക്ടറിനും എല്ലാം തന്നെ നമുക്കത് ഫാക്ടർ ചെയ്യാൻ കഴിഞ്ഞു. നമ്മൾ അതിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ടാണ് നമുക്ക് ഈ Q2 അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഇയറിൽ നമുക്ക് അതിനൊരു വലിയ ഇമ്പാക്ട് ഇല്ലാതിരുന്നത്. അതിനർത്ഥം നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ക്വാർട്ടറിലോ അല്ലെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടറിലോ ഇതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവില്ലെന്നല്ല, തീർച്ചയായിട്ടും അതിന്റെ ഇമ്പാക്ട് നമ്മൾ ഫാക്ടർ ചെയ്യുന്നുണ്ട്. അതിനെ ഫേസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനങ്ങൾ ഓൾറെഡി ഇന്ത്യയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് പോരുന്നുണ്ട്. ഫാക്ടർ ചെയ്തുകൊണ്ട് അതിന് ആ സിറ്റുവേഷനെ ചലഞ്ച് ചെയ്യുന്ന സിറ്റുവേഷനെ അതിനെ മീറ്റ് ചെയ്യാനുള്ള നടപടികൾ നമ്മൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ എക്സ്പോർട്ടുകളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ആലോചിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം കാര്യം റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ഈ റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇമ്പോർട്ട് നമുക്ക് താഴേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമ്മൾ നിലനിൽക്കുമ്പോൾ പോലും പുടിൻ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും, പ്രൊവൈഡഡ് ഈ ഇഷ്യൂ റിസോൾവ് ചെയ്തില്ലെങ്കിൽ. റിസോൾവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അഡീഷണൽ സപ്പോർട്ടായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ GDP ഗ്രോത്തിന് US ട്രേഡ് ടാരിഫിന്റെ ഇമ്പാക്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും 8% രീതിയിൽ നമുക്ക് എത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സാർ, അതായത് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് മുമ്പുണ്ടായിരിക്കുന്ന ഒരു ജംബോ റേറ്റ് കട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം വന്നിട്ടുള്ള GST റാഷണലൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒക്കെയുള്ള കാര്യങ്ങൾ സാർ ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ നമ്മൾ നിലവിൽ ഇപ്പോൾ ഒരു CPI ഇൻഫ്ലേഷൻ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അതായത് 0.25, അതായത് റിസർവ് ബാങ്കിൻ്റെ ഒരു ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഒരു സഹനപരിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് 4% ആണ്. അത് കുറഞ്ഞിട്ട് 2% വരെയും പോകാം, വർദ്ധിച്ചിട്ട് 6% വരെയും കടക്കാം. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു 0.25% എന്ന് പറയുന്നത് അതായത് എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു സ്ലോ ഡൗണിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊരു വശം കൂടി അതിനുണ്ട്. അതായത് കാര്യമായിട്ടുള്ള ഒരു കൺസംഷനിലേക്ക് ആളുകൾ കടക്കുന്നില്ല, അല്ലെങ്കിൽ ആളുകളുടെ കയ്യിലേക്ക് കാര്യമായിട്ടുള്ള ഒരു ഇൻകം എത്തിച്ചേർന്നിട്ടില്ല എന്നൊരു രീതി കൂടിയാണ് ഈ ഒരു 0.25 നിലവിലിപ്പോൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ റിസർവ് ബാങ്ക് നടത്തിയിരിക്കുന്ന ഒരു ജംബോ റേറ്റ് കട്ടായാലും അല്ലെങ്കിൽ GSTയുടെ ഭാഗമായിട്ടാണെങ്കിൽ ഓട്ടോ മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായി എന്ന് കാണുന്നുണ്ട്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ GDP കണക്കിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ CPI കുറഞ്ഞു തന്നെ നിൽക്കുന്നു. അതായത് ഒരു സപ്ലൈ സൈഡ് വളരുകയും എന്നാൽ ഡിമാൻഡ് സൈഡ് ഓഫ് ദ എക്കോണമി കാര്യമായിട്ടുള്ള ഒരു പെർഫോമൻസും നിലവിലിപ്പോൾ കാഴ്ചവെക്കുന്നില്ല എന്നൊരു സിനാരിയോ നിലവിലിപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടോ? അതായത് നമ്മളിപ്പോൾ സംസാരിച്ചത് 0.25% ഇൻഫ്ലേഷൻ റേറ്റിൽ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൺസപ്ഷൻ കുറയുന്ന ഒരു ചലഞ്ച് ഉണ്ടാവില്ലേ എന്നാണ്. അതായത് ഇൻഫ്ലേഷൻ റേറ്റ് താഴേക്ക് നിൽക്കുന്ന സമയത്ത് ആളുകളുടെ പർച്ചേസിങ് പവർ കൂടുകയല്ലേ ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ റേറ്റ് മേലേക്ക് കയറുമ്പോൾ ആളുകളുടെ പർച്ചേസിങ് പവർ അല്ലെങ്കിൽ കൺസപ്ഷനുള്ള ആ പവർ താഴേക്ക് വരികയും ഇൻഫ്ലേഷൻ റേറ്റ് താഴേക്ക് വരുന്ന സമയത്ത് ആളുകളുടെ പർച്ചേസിങ് പവർ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ റൂറൽ ഏരിയയിൽ പോലും കൺസപ്ഷൻ ഒരുപാട് രീതിയിൽ ഗ്രോത്ത് ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു സൈഡിൽ നമ്മുടെ പ്രൊഡക്ഷൻ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗുഡ് മൺസൂൺ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ടാരിഫ് സീസണിലേക്ക് ഇംപ്രൂവ്മെന്റുകൾ,
ഓവറോൾ ക്ലൈമറ്റ് സിറ്റുവേഷൻസ്, വേറെ രീതിയിലുള്ള മറ്റു രീതിയിലുള്ള മേജർ ചാലഞ്ചസ് ഒന്നും നമുക്ക് ഇന്ത്യയിലില്ല. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രൊഡക്ഷൻ സെക്ടറിലും മാനുഫാക്ചറിംഗ് സെക്ടറിലും അഗ്രികൾച്ചർ സെക്ടറിലും വളർച്ചയല്ലേ ഉണ്ടായിട്ടുള്ളത്. ഈ വളർച്ചയ്ക്ക് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളുടെ കൺസംഷൻ, നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് കൺട്രി മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം 140 crores ഓഫ് ഇന്ത്യൻസ് ഇന്ത്യയിലാണ്. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതും ഏറ്റവും കൂടുതൽ കൺസംഷൻ നടക്കുന്നതുമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇപ്പോൾ. അപ്പൊ ഇന്ത്യയുടെ കൺസംഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറവ് വന്നിട്ടില്ല. നമ്മുടെ റൂറൽ ഏരിയയിലുള്ള കൺസംഷൻ വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള സെമി അർബൻ ആണെങ്കിലും അർബൻ ഏരിയയിലേക്കുള്ള കൺസംഷൻസ് ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ റേറ്റ്, ഇൻഫ്ലേഷൻ റേറ്റ് താഴേക്ക് വരുമ്പോൾ ആളുകളുടെ കയ്യിലുള്ള അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് കൂടുകയും അതനുസരിച്ച് അവർക്ക് അത് കൂടുതലായിട്ടുള്ള കൺസംഷൻ സാധിക്കുകയും ചെയ്യും. നമുക്ക് ലക്കിലി ഫോർ അസ് നമ്മൾ ഈ ഫുഡ് പ്രൊഡ്യൂസേഴ്സിന്റെ ഫുഡ് ഐറ്റത്തിലായിരുന്നു നമ്മുടെ റേറ്റ് മേലേക്ക് നിന്നിരുന്നത്. അഗ്രികൾച്ചർ സെക്ടറിലുള്ള കൂടുതലായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് കാരണം ആ സെക്ടറിലൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു. അപ്പൊ അവിടെയുമുള്ള വിലക്കയറ്റം താഴേക്ക് നിന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ വിലക്കയറ്റം താഴേക്ക് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഇതാണ്. അതായത് ഇൻഫ്ലേഷൻ റേറ്റ് താഴെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇക്കോണമി താഴെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 8.2% GDP രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ലല്ലോ ഒക്ടോബർ മാസത്തിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ചലഞ്ച് ഞാൻ കാണുന്നില്ല. അതേസമയം ഇൻഫ്ലേഷൻ റേറ്റ് ഒരുപാട് താഴേക്ക് പോവുകയാണെങ്കിൽ അതും ഇക്കോണമിക്ക് നല്ലതല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് 25 ബേസിസ് പോയിന്റ്സ് എന്ന് പറയുന്ന ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് അതുമാത്രമാണ് ഫാക്ടർ ചെയ്യുന്നതെങ്കിൽ അത് നല്ലതല്ല. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞത് 4% എന്ന് പറയുന്ന ഒരു ഗൈഡൻസ് നമ്പർ വെക്കുകയും ±2 ഒതുക്കാൻ കാര്യം അതുകൊണ്ടാണ്. അതേസമയം ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ 25 ബേസിസ് പോയിന്റ്സ് ഉള്ള ഇൻഫ്ലേഷൻ റേറ്റ് ഇപ്പോൾ ഉണ്ടെങ്കിലും അതേസമയം നമ്മൾ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ ഇപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് വരും കാലങ്ങളിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു സാമ്പത്തിക സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഏകദേശം 2.25 2.5 മധ്യേ ക്ലോസ് ചെയ്യുമെന്നാണ് ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡൻസിൽ തന്നെയാണ് നമ്മൾ ഈ വർഷം ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ മാത്രം ബേസ് ചെയ്തുകൊണ്ടായിരിക്കില്ല മോണിറ്ററി പോളിസി ഒരു ഡിസിഷൻ എടുക്കുക. മോണിറ്ററി പോളിസി നിലവിലുള്ള സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്ന പോലെ തന്നെ ഒരു ഫ്യൂച്ചർ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഒരു വിഷൻ എന്താണ് മുന്നോട്ടുള്ളത്, മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളതിനനുസരിച്ച് അത് ഇന്ത്യയിലെ സാഹചര്യമാവും, വിദേശത്തുള്ള മറ്റു സാഹചര്യങ്ങളാവും, US ട്രേഡ് താരിഫ് അടക്കമുള്ള കാര്യങ്ങൾ ഫാക്ടർ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷേ ടു സം അപ്പ് 25 ബേസിസ് പോയിന്റ്സ് എന്നുള്ളത് അതുകൊണ്ട് മാത്രം നമ്മളതൊരു ചലഞ്ചായിട്ട് കാണേണ്ടതില്ല. കൺസംഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് 8.2% GDP റേറ്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സാർ, ഇപ്പോൾ ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്നുള്ള കാര്യം വളരെ വിസിബിളായിട്ട് നമുക്ക് വ്യക്തമാണ്. എന്നാൽ